ഞാനുണ്ടല്ലേ കമ്മലിടുകയാണ്. എനിക്ക് വയ്യ, എനിക്ക് പനിയാണ്. പനി പിടിച്ച് കിടക്കുകയാണ്, ശ്വാസം മുട്ടുകയാണ്. അപ്പം എൻ്റെ വീട്ടിലുള്ള ഈ കുറച്ച് അഹങ്കാരം പിടിച്ച സാധനങ്ങൾ പറയും ഏതെങ്കിലും മൂലയിൽ പോയി കിടക്കാൻ. എനിക്കിപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഈ ഗുളിയെല്ലാം എടുത്ത് കഴിക്കാൻ കൊണ്ടുവരും. ഇന്നലെ പനിയായിട്ട് ഞാനൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇഞ്ചക്ഷൻ എടുത്തില്ല, അതൊക്കെ നല്ല ഡോക്ടർ. പക്ഷെ പനി വന്നില്ല. രാവിലെ വേറെ ആശുപത്രി കൊണ്ടുപോയി ചന്തിക്കിട്ട് കുത്തി തന്നെ ഇഞ്ചക്ഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് സുഖമില്ല. പിന്നെ ഇത്തിരി പോലെ എനിക്ക് ആഹാരം കഴിക്കും, എനിക്ക് ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല കേട്ടോ. സ്വയം ഞാൻ തന്നെ എൻ്റെ വില മനസ്സിലാക്കി. രാവിലെ എനിക്ക് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കി അടുക്കളയിലങ്ങ് ഇട്ടിട്ടുണ്ടല്ലോ. പോയി ഇഡലി മേടിച്ചെന്ന് പറഞ്ഞു. എനിക്ക് കൊള്ളത്തില്ലത്. ഞാൻ എങ്ങനെയെങ്കിലും അതിനൊരെണ്ണം കഴിച്ചു. എന്ത് ചെയ്യും, എൻ്റെ വിധിയാണ് കേട്ടോ. എനിക്ക് വയ്യാതെ വന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു ഇഡലി അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒത്തിരി ചെറുക്കനുണ്ട് കേട്ടോ. ആ ചെറുക്കൻ ഗുളികയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കഴിക്കുകയായിരിക്കും തുടങ്ങി. പിന്നെ ഈ പനി നമുക്ക് കമ്മൽ മലയിട്ടുണ്ടെന്നാണ് ഇവിടെ ചിലവർക്ക് കേട്ട പെണ്ണ് പറയുന്നത് കേട്ട. പിന്നെ ഈ ലിപ്സ്റ്റിക്ക്, ഈ പനി വരുന്നവർക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടുകൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഒന്നാമതേ എനിക്ക് പനി വന്നെൻ്റെ മുഖമല്ല, എനിക്ക് കണ്ണാടി നോക്കാൻ വയ്യാട്ട, ഒരുമാതിരിയായി. അപ്പം ഞാൻ വിചാരിച്ചിരി ഒരുങ്ങിയിട്ടൊക്കെ ഇരിക്കാന്ന്. പക്ഷെ ഒരുങ്ങിയിട്ട് അങ്ങോട്ട് സന്ധി ഉറപ്പിക്കാൻ വരുമ്പോഴത്തേക്ക് സന്ധി ഉറയ്ക്കൂല. എനിക്ക് തല ഉറങ്ങും, ഞാനങ്ങ് കിടക്കും കേട്ടോ. അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇത്രയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത്രയൊക്കെ സുഖമില്ലാതെ വന്നിട്ട് ഇതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയാകും ഭയങ്കര ഇഷ്ടം, ഉത്സാഹമാണ്. അത് പിന്നെ എൻ്റെ അവസ്ഥകൾ നിങ്ങളെയൊക്കെ അറിയിക്കട്ടെ. ഞാൻ എന്തോരം കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു പനി വന്നതിന് ശേഷം ഇന്ന് നോക്കാൻ ആരുമില്ല ഗൈസ്. ഇന്ന് നോക്കാറില്ല. ഞാൻ ഒറ്റപ്പെട്ടു ഞാൻ. എനിക്ക് എല്ലാ വീട്ടിൽ നിന്നൊക്കെ പനി വന്ന് എങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഇത്രയും ദിവസം വെച്ച് കിടന്നിട്ടുണ്ടാക്കാം. എനിക്ക് ഇവർക്ക് അച്ഛനും ഒക്കെ കൂടി ചേർന്ന് വീട്ടിൽ ആഹാരം വെച്ച് നിന്നൂടെ. അവർ ഹോട്ടലിൽ ഓടിയിട്ട് കൊള്ളാത്ത ആഹാരം വെച്ചുകൊണ്ട് തരും ഗൈസ്. ഇതൊക്കെയാണ് നടക്കുന്നത്. എനിക്ക് ശ്വാസം പോലും എടുക്കാൻ കഴിയും. അതിൻ്റെ കൂടെ അസ്വസ്ഥതയൊന്നുമില്ല. ചന്തയിൽ കിട്ടി തിന്നിട്ട് എനിക്ക് ഒട്ടും വയ്യ, അവിടെയും എനിക്ക് വയ്യ. ഇതൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. ശ്വാസം എടുത്ത് സംസാരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ കമ്മലും മലയൊക്കെ ഇട്ട് വെച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഒരു ബോട്ടും കൂടി വെച്ചിട്ട് ഇവിടെ അങ്ങ് കിടക്കും. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതാണ് എൻ്റെ പ്രധാന ജോലി. ചത്ത കിടന്നാലും ചമഞ്ഞ് കിടക്കുമ്പോൾ പറഞ്ഞ് കേട്ടിട്ടില്ല. ഞാനുണ്ടല്ലോ രാഷ്ട്ര പറഞ്ഞ് പോയപ്പോഴാട്ടോ നിങ്ങളോടൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇവിടുത്തെ പെണ്ണിന് ഇത്രയും പ്രതികാരം ഉണ്ടെന്നറിയാം എൻ്റെ അടുത്ത്. പെണ്ണിൻ്റെ പനി ഞാനിനി സ്വന്തമാക്കിയിട്ട് എനിക്ക് മൂക്ക് പിഴിയണം കേട്ടോ. എനിക്ക് അപ്പോഴേ കർച്ചീഫ് കൊണ്ട് കർച്ചീഫിന് മൂക്ക് പിഴിയാൻ പറഞ്ഞു. പക്ഷെ ഓരോരുത്തർക്കും സ്വന്തമായിട്ട് കുറേ ഇഷ്ടങ്ങൾ കിട്ടൂലേ ജനിച്ച് വരുമ്പോഴേ. എനിക്കുണ്ടല്ലോ കർച്ചീഫിലല്ല കേട്ടോ, എൻ്റെ ഡ്രസ്സ് ഇതിനകത്ത് മൂക്കള പിഴിയുന്നതാണ് ഇഷ്ടം. അപ്പം ഇനി ഇവിടുത്തെ അഹങ്കാരം പിടിച്ച കുഞ്ഞാറ്റ പെണ്ണിനി ബനിയനിടാക്കൂല. ബനിയൻ എന്ന് പറയുമ്പോൾ